വാര്യം കോൾപ്പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച നടന്ന വിളവെടുപ്പ് കാരുണ്യത്തിന്റെ മധുരമുള്ള വിളവെടുപ്പായി മാറി. കോൾപ്പടവിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കർഷകൻ കൂടിയായ സി.പി. സാലിഹിന്റെ ഉടമസ്ഥതയിലുള്ള 10 ഏക്കറോളം കോൾപ്പാട ശേഖരത്തിലെ വിളവെടുത്ത നെല്ല് അരിയാക്കി തൃശൂർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ വിവിധ ആശുപത്രികളിലെ ക്യാൻസർ, ടി.ബി വാർഡുകളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണമാക്കി നൽകാനുള്ള തീരുമാനമാണ് ഈ വിളവെടുപ്പിനെ വേറിട്ടതാക്കിയത്. ഞായറാഴ്ച രാവിലെ മനക്കോടി അയ്യപ്പസ്വാമി ക്ഷേത്ര പരിസരത്ത് നടന്ന കൊയ്ത്തുത്സവം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വിള കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കാണുന്ന ഏറ്റവും വലിയ സന്തോഷം സി.പി. സാലിഹിന്റെ നേതൃത്വത്തിൽ ഈ 10 ഏക്കർ ഭൂമി ഇവിടുത്തെ കർഷകർ വിളയിച്ചെടുത്തിട്ടുള്ള നെല്ല് പൂർണ്ണമായിട്ടും അരിയായി കുത്തിയെടുത്ത് നമ്മുടെ ജില്ലയിലെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിലേക്ക് കഞ്ഞി കൊടുക്കാൻ, അവിടുത്തെ ആളുകൾക്ക് കഞ്ഞിയും ചോറും ഒക്കെ ആയിട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ടുണ്ടാക്കുന്ന നെല്ലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം. വാര്യംകോളിൽ നമ്മൾ കഴിഞ്ഞ തവണ വലിയ പ്രതിസന്ധികൾ നേരിട്ട മഴക്കാലത്ത് ഒരുപക്ഷെ ഇത് പൂർണ്ണമായിട്ട് തകർന്നു പോകുമോ എന്ന് പേടിച്ച് ആളുകൾ ഇരുന്നതാണ്. പക്ഷെ കർഷകരുടെ ഇച്ഛാശക്തി കൊണ്ട് മനോഹരമായത് വിളയിച്ചെടുത്തു എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സി.പി. സാലിഹി ഇങ്ങനെ തീരുമാനിച്ചതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷനായി. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഉയർന്ന മാതൃക കാട്ടിയ പടവിലെ കർഷകനും സി.പി. ട്രസ്റ്റ് ചെയർമാനുമായ സി.പി. സാലിഹിനെ റവന്യൂ മന്ത്രി രാജൻ മാനവസേവാ പുരസ്കാരം നൽകി ആദരിച്ചു. അഡ്വക്കേറ്റ് വി.എസ്. സുനിൽകുമാർ, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം വി.എൻ. സുർജിത്ത്, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജി സജീഷ്, വാർഡംഗം കെ രാഗേഷ്, അരിമ്പൂർ കൃഷി ഓഫീസർ സ്വാതി ബാബു, അരിമ്പൂർ പഞ്ചായത്ത് സംയുക്ത പാടശേഖര സമിതി പ്രസിഡന്റ് കെ മുകുന്ദൻ, വാര്യംകോൾ പാടശേഖര സമിതി പ്രസിഡന്റ് കെ.സി. പുഷ്കരൻ, സെക്രട്ടറി കെ അശോകൻ, തങ്ക പ്രഭാകരൻ, സി.എ. വർഗീസ്, എം അനീഷ്, പി.കെ. കേരളകുമാരൻ, പി.കെ. സിജി, ശ്രീരഞ്ജിനി, ജയശ്രീ കോക്കന്ത്ര എന്നിവർ സംസാരിച്ചു. പുറംചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകി 10 ദിവസത്തോളം 117ഓളം കൃഷിഭൂമി 3 തവണ വെള്ളത്തിനടിയിലായി കിടക്കുകയും കൃഷി നശിച്ച ഏകദേശം 50 ലക്ഷം രൂപ ഈ പടവിന് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഈ നഷ്ടം സഹിച്ചും ക്ഷമയോടെ കർഷകർ ചെയ്ത കൃഷിക്ക് ഇക്കുറി മികച്ച വിളവാണ് ലഭിച്ചത്. പുറംചാൽ കവിഞ്ഞ് വെള്ളമൊഴുകുന്ന സ്ഥിതിവിശേഷം ഒഴിവാക്കാൻ ഇറിഗേഷനും PWDയും KLDCയും കൂടി ആലോചിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കി തന്നാൽ ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് മന്ത്രി കെ രാജൻ ഉറപ്പു നൽകി. കാലഭേദങ്ങൾ അറിയണം, മണ്ണിൽ പണിയെടുക്കാനുള്ള മനസ്സുണ്ടാകണം. മണ്ണിൽ പണിയെടുക്കുന്നത് കേവലം പണം കിട്ടാൻ വേണ്ടി മാത്രമല്ല, ആ ഉൽപാദനത്തിലൂടെ കൃഷിയിൽ ഇടപെടുന്നതിലൂടെ ഒരു നാടിൻ്റെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള നാളകളെ സംരക്ഷിക്കാനുള്ള ഒരു ഇടപെടൽ കൂടിയാണ് താൻ നടത്തുന്നത് എന്ന ബോധ്യം ഉണ്ടാകണം. ഇതൊക്കെയാണ് കൃഷിക്കാരൻ്റെ അടിസ്ഥാന വസ്തുതകൾ. സി.പി. സാലിഹിനെ ദീർഘകാലമായിട്ട് അറിയാവുന്ന ഒരാളാണ്. കുറച്ചുകൂടി അകലത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളുമായി നേരിട്ടറിയാൻ കഴിഞ്ഞത് ജനപ്രതിനിധിയായി വന്ന ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള കോവിഡ് കാലത്തും അതിനേക്കാൾ ഭീകരമായി കേരളം കണ്ട പ്രളയകാലത്തും അവസാനമുണ്ടായ ചൂരൽമല ദുരന്തത്തിലുൾപ്പെടെ ഓരോ ദുരന്ത ഘട്ടത്തിലും അദ്ദേഹം കാണിക്കുന്ന മനസ്സാന്നിധ്യവും ഇടപെടലും നേരിട്ട് അനുഭവിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അവിടെ എല്ലാം കൃഷി ചെയ്ത നെല്ലിലെ കുത്തി അരിയാൾ ഇന്ന് വരെ വീട്ടിൽ കൊണ്ടുപോയത് എനിക്കറിയില്ല. എല്ലാം ആളുകൾക്ക് വിതരണം ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ അത് കൃഷിയിലൂടെ അദ്ദേഹം അത് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൂടി ചെയ്യുന്നു എന്നുള്ളതൊരു മാതൃകയാണ്. അപ്പോൾ കർഷകരെ സഹായിക്കുന്നു, കൃഷിയെ സ്നേഹിക്കുന്നു, അതോടൊപ്പം തന്നെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിനൊരു പുതിയൊരു തല ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞൊരു പരിപാടിയാണ്. അതുകൊണ്ട്